പ്രിയമുള്ളവരെ, സൈബർ കടന്നലുകളുടെ രാജാവ് പി വി അൻവർ പാർട്ടി വിട്ടുപോയതിൻ്റെ ഒരു ആഘാതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതുവരെയും വിട്ടുപോയിട്ടില്ല. കാരണം അവരുടെ സൈബർ സഖാക്കന്മാരുടെയൊക്കെ വല്ലാത്തൊരു ആവേശവും ആഘോഷവുമായിരുന്നു പി വി അൻവർ. അയാൾ പാർട്ടി വിട്ടുപോയതിൻ്റെ ഒരു ആഘാതം അത് മാറുന്നതിന് മുമ്പ് മറ്റൊരാൾ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുന്നു എന്നതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് ഇന്ന് പ്രധാനമായും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാനീ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെക്കൻ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും LDF വിടുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ CPM നടത്തുന്ന LDF നടത്തുന്ന ജാഥയുടെ രാഷ്ട്രീയ വിശദീകരണ ജാഥയുടെ തെക്കൻ മേഖല ക്യാപ്റ്റനായിരുന്നു. ആ ക്യാപ്റ്റനും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ ഈ അവസരത്തിൽ സംപ്രേഷണം ചെയ്യുന്നത്. പ്രധാനമായും ഈ ഇലക്ഷൻ പരാജയത്തെ തുടർന്ന് CPM വിളിച്ചു ചേർത്ത LDF യോഗത്തിൽ ജോസ് കെ മാണിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ജോസ് കെ മാണി നൽകിയ ഒരു നിർവചനം എന്ന് വെച്ചാൽ തനിക്ക് തൻ്റെ മണ്ഡലമായ പാലായിൽ ചില പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ താൻ സന്നിഹിതനാകുന്നത് കൊണ്ടാണ് മീറ്റിങ്ങിൽ വരുവാൻ കഴിയാത്തത് എന്നാണ് പെട്ടെന്ന് തീരുമാനിച്ച ഒരു മീറ്റിംഗ് ആണെന്നാണ്. പക്ഷേ പാലയും തിരുവനന്തപുരം തമ്മിലുള്ള ഒരു ദൂരം അറിയാവുന്ന ആർക്കും പാലയിൽ നിന്ന് 1-1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താവുന്നതേ ഉള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 16-ാം തീയതി കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം മുന്നണി മാറ്റമാണ് എന്ന വാർത്തകളും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് കേരള കോൺഗ്രസ് എമ്മിൽ വലിയൊരു വിഭാഗം ആളുകൾ മുന്നണി മാറണം എന്ന് ആ പാർട്ടിയുടെ നേതാക്കന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ മുന്നണി മാറണം എന്ന് വാദിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും റോഷി അഗസ്റ്റിന് ഒഴിച്ചുള്ള പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും, ജയരാജ് ഉൾപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും മുന്നണി മാറണം എന്ന ഒരു ആശയത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ പരാജയം, പാലാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഏകദേശം സമ്പൂർണ്ണ പരാജയം കേരള കോൺഗ്രസ് എം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ അവർക്ക് ഉണ്ടായിരുന്ന ആധിപത്യം നഷ്ടപ്പെടുന്നു എന്ന് വ്യക്തമാകുന്ന ഇലക്ഷൻ റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. ജില്ലാ പഞ്ചായത്തിൽ UDF തിരിച്ചു വന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണം അത് LDFന് നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു മേൽനോട്ടത്തിൽ കിട്ടിയ ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടമായി. മാത്രമല്ല മിക്ക മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ MLA-മാരുള്ള മിക്ക മണ്ഡലങ്ങളിലും UDF അവരുടെ മേധാവിത്വം തിരിച്ചു കൊണ്ടുവന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ നിരൂപകരും രാഷ്ട്രീയ വിശാരദന്മാരും ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ അത് പരമ്പരാഗതമായ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ്, UDFൻ്റെ വോട്ടുകളാണ്. അത് UDFിലേക്ക് തിരിച്ചു വന്നു എന്ന വലിയൊരു നിഗമനം നടത്തപ്പെട്ടു. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന യാഥാർത്ഥ്യം കേരള കോൺഗ്രസ് എം മനസ്സിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ 16-ാം തീയതി അടിയന്തരമായ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടുവാൻ കാരണം എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും പുതുപ്പള്ളി ബൈ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കുകൾ അത് കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം വ്യക്തമായതാണ്. മിക്കപ്പോഴും പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിന് കീഴിൽ വരുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കുള്ള സ്ഥലങ്ങളിലൊക്കെ UDFന് വ്യക്തമായി ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ തട്ടകമായ കോട്ടയം ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെടുന്നു. അവിടെ PJ ജോസഫിൻ്റെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുന്നു. അതിനുശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി കേരള കോൺഗ്രസിനുണ്ടായി എന്നത് ആ പാർട്ടിയിൽ വലിയൊരു വിഭാഗം അണികളെയും ഒപ്പം നേതാക്കന്മാരെയും പുനർവിചിന്തനത്തിന് വിധേയമാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും അവരുടെ വോട്ട് ബാങ്കുകൾ അത് UDFിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ വിശകലന പ്രകാരം ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഒരുപക്ഷെ 1-2 സീറ്റുകളിലേക്ക് കേരള കോൺഗ്രസ് എം ഒതുക്കപ്പെടും. റോഷി അഗസ്റ്റിൻ്റെ സാധ്യതകൾ തന്നെ ആ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഇല്ലാതാകുന്നു. റോഷി അഗസ്റ്റിന് അവിടെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനങ്ങൾ വരുന്നു. മാത്രമല്ല പൂഞ്ഞാറിൽ അവിടെ ചില പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ PC ജോർജിന് എതിരായി കേന്ദ്രീകരിക്കപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരുപക്ഷെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയിച്ചേക്കാം എന്നല്ലാതെ കാഞ്ഞിരപ്പള്ളിയിൽ പോലും ജയരാജിന് ഒരു വിജയം സുനിശ്ചിതമായി പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കേരള കോൺഗ്രസ് എം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എം ഒരു രാഷ്ട്രീയ വിചിന്തനത്തിന് തയ്യാറാകുന്നത് എന്ന് തന്നെയാണ് വ്യക്തം. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം
അത് ജനുവരി 16-ാം തീയതി വിളിച്ചത് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് ഏറ്റവും ഉചിതം ഇപ്പോൾ ഈ അവസരത്തിൽ മുന്നണി വിടുന്നത് എന്ന് തന്നെയാണ് വ്യക്തം. കാരണം ഒരുപക്ഷേ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസ് ഒന്നോ രണ്ടോ സീറ്റുകളിൽ ഒതുങ്ങിയാൽ അവർക്ക് രാഷ്ട്രീയത്തിൽ വിലപേശുവാനുള്ള ശക്തി എന്നേക്കുമാകും ഇല്ലാതാകും എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായ വലിയൊരു തരംഗം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കപ്പെടും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തരംഗത്തിനൊപ്പം നിന്നാൽ അവരുടെ രാഷ്ട്രീയ ശക്തി അത് ചോദ്യം ചെയ്യപ്പെടില്ല. കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെടാം തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഒക്കെ തങ്ങളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് UDF-ന് തിരിച്ചു വരുവാൻ കഴിഞ്ഞതെന്ന് അവകാശപ്പെടാം. അതിൻ്റെ ഒരു പിൻബലത്തിൽ രാഷ്ട്രീയ സ്വാധീനം അവർക്ക് നിലനിർത്തുവാൻ കഴിയും. അതിനപ്പുറം ഈ അവസരത്തിൽ LDF-നൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ ആത്മഹത്യയാണ് എന്ന തിരിച്ചറിവ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാർക്കുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ടാണ് ഒരു വിഷയം ഈ അവസരത്തിൽ അടിയന്തരമായ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ച് UDF-ലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു വസ്തുത രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് നിമിഷത്തിൽ. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.